അഗ്നി എന്തു ചെയ്യണമെന്നറിയാതെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവൻ്റെ ഫോൺ മേശയിലിരുന്ന് ശബ്ദിക്കുന്നത്. എൻ്റെ മഹാദേവ, അവളെപ്പറ്റി എന്തെങ്കിലും ഒരു ചിന്തയോടെ വന്ന അവൻ ഫോൺ കയ്യിലെടുത്തു. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന കിഷോറിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ആകെ ഒരു ആശ്വാസം മനസ്സിൽ നിറയുന്നുണ്ടായിരുന്നു. അവൻ അതേ ആശ്വാസത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ കിഷോർ. ഹലോ എടാ അഗ്നി, ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് അത് തന്നെയാണോന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ പിള്ളേർ രഹസ്യമായി അറിഞ്ഞതാ. എടാ കിഷോർ, നീ എൻ്റെ ടെൻഷൻ മനസ്സിലാക്കി മുഖവരെ ഒന്നും നടത്താതെ കാര്യം പറയാൻ നോക്ക്, അല്ലേ തന്നെ ഞാനിവിടെ. എടാ അഗ്നി, നമ്മുടെ സ്റ്റീഫൻ ഇല്ലേ, പച്ചക്കറി സ്റ്റീഫൻ, അവൻ പെൺപിള്ളാരെയൊക്കെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി അവൻ്റെ കയ്യിലൊരു പെണ്ണ് തടഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക ജാനി. അവൾക്കൊന്നും വരാൻ പാടില്ല. ഞാൻ ഒത്തിരി ദ്രോഹിച്ചതാണ്. ഇനിയും എടാ അളിയ, ഇത് അതാണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. നീ ആ ലൊക്കേഷൻ എനിക്കൊന്നിട്, ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചിറങ്ങാം. അത്രയും പറഞ്ഞ് അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഫോണും കാറിൻ്റെ കീയും എടുത്ത് മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. അഗ്നിയുടെ വണ്ടി നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. അഗ്നിയുടെ മനസ്സിൽ ആ നിമിഷം ശ്രേയയുടെയും ജാനകിയുടെയും മുഖം മാറി മാറി വന്നു. രുദ്ര, അവളുടെ അമ്മയാണ് രണ്ടുപേരും. ഇനിയും ഒരു സങ്കടം എൻ്റെ മകൾക്ക് കൊടുക്കാൻ എനിക്കാവില്ല. എൻ്റെ അബദ്ധം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ജാനകിയെ നഷ്ടമാകുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എടാ പിള്ളാരെ, ഇന്നലെ കൊണ്ടുവന്ന ആ പെണ്ണിന് എന്തെങ്കിലും കൊടുത്തായിരുന്നോടാ? ഇന്ന് കപ്പലിൽ കയറ്റി വിടേണ്ട മുതലാണ്. എൻ്റെ ഇച്ചായ, ബോധം വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ കരച്ചിൽ. ആ ജന്തു, അവളുടെ അപ്പൻ ചത്തതുപോലെയായിരുന്നു അവളുടെ കരച്ചിൽ. കാലുവാരി നിലത്തടിക്കാനാണ് തോന്നിയത്. ഒരു പെൺകുട്ടിയെപ്പറ്റി അങ്ങനെയൊക്കെയാണോടാ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ അന്നമല്ലേ അവൾ. ഇന്നലെ രാത്രി തന്നെ ഞാൻ ആ സായിപ്പിന് അവളുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. കണ്ടപ്പോൾ തന്നെ അയാൾക്കങ്ങ് ബോധിച്ചു. ചോദിച്ച കാശ് അവൾക്കിങ്ങോട്ട് കിട്ടുവടാ. ഇവളെ പോലുള്ള നാടൻ പെൺകുട്ടികളെയാണ് അവന്മാർക്ക് ആവശ്യം. ചോദിക്കുന്ന കാശ് കിട്ടും. പ്രായം ഒത്തിരി കൂടരുതെന്ന് മാത്രം. ആണോ ഇച്ചായ? അതേടാ, ഇതുപോലെ വേറെ കിട്ടുമോ എന്ന് നോക്ക്. നമ്മുടെ ബിസിനസ് ഒന്ന് പച്ച പിടിപ്പിക്കാൻ ഇവളുമാരെ പോലെ ഉള്ളത് തന്നെയാണ് നല്ലത്. ഇന്നലെ രാത്രിയിലൊന്ന് കണ്ടതാ. ശരിക്കും ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ എന്താണെങ്കിലും പോയി കഴിച്ചിട്ട് വാ. അഗസ്റ്റിനും ഷിബുവും സണ്ണിയും കൂടെ പുറത്തേക്ക് പോയപ്പോൾ സ്റ്റീഫൻ അവിടെ തന്നെ ഇരുന്നു. ഇന്നലെ രാത്രി വെള്ളമടിച്ച് അത് പണി കിട്ടി വാള് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോട്ടൺ സാരി ഒരു കൊച്ചു പെണ്ണ് അവിടെ പമ്മി കളിക്കുന്നത് കാണുന്നത്. അത് ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. തൊട്ടിപ്പുറത്തായി എന്തൊക്കെയോ തിരിയുന്ന മൂന്നാല് അവന്മാരെ കണ്ട് പേടിച്ച് നിൽക്കുവാണ് പാവം. ശത്രുക്കളെ കാണുമ്പോഴുള്ള അവളുടെ പേടിയും പരവേശവും നിൽപ്പും വെപ്രാളവുമെല്ലാം കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതാണ്. ഇത്രയും പേരെ നമ്മുടെ ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിപ്പിക്കാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല. അവന്മാരെ വിട്ടങ്ങ് പൊക്കിച്ചു. കണ്ണും മുന്നിൽ കർത്താവ് തമ്പുരാൻ കൊണ്ടുതരുന്ന കനിയെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ? അതുകൊണ്ടെന്താ, ചോദിച്ച കാശ് കീശയിൽ വീണു. ഇനിയും ഇതുപോലുള്ള കനികൾ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണേ എൻ്റെ കർത്താവ് തമ്പുരാനെ. സ്റ്റീഫൻ അതും ആലോചിച്ച് CCTV കാണുന്ന പെണ്ണിനെയും നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഗോഡൗണിന് മുൻപിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. എടാ കിഷോറെ, ഇതുതന്നെയല്ലേ അവൻ്റെ സാമ്രാജ്യം എന്ന് ചോദിച്ചുകൊണ്ട് അഗ്നി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചുറ്റും ആളും അനക്കവും ഒന്നുമില്ല. ആകെ കാട് കയറിക്കിടക്കുന്ന ഒരു സ്ഥലം. റബ്ബർ തോട്ടത്തിന് നടുവിലെ ഒരു പഴയ ഗോഡൗണാണ്. അതിനു മുൻപിലാണ് താനിപ്പോൾ നിൽക്കുന്നത്. കിഷോർ കാറിൽ നിന്നും ഇറങ്ങി മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു. എടാ അഗ്നി, ഇവിടെ ഒന്നിനെ കൊന്നിട്ടാൽ പോലും പുറം ലോകം അറിയില്ലല്ലോ. സെറ്റപ്പ് കണ്ടിട്ട് ഒരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല അളിയ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി തൻ്റെ ഇടിവള ഒന്നുകൂടെ കയ്യിലേക്ക് കയറ്റിയിട്ട് അകത്തേക്ക് നടന്നു. ഇരുട്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന, എങ്ങും നിശബ്ദത മാത്രം തെളിഞ്ഞ് തളം കെട്ടി നിൽക്കുന്ന ഒരിടം. ഒരു കസേരയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് താൻ. ആകെ ഒരു തരം ഭയം തന്നെ പൊതിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെയാണെന്നറിയാതെ ആ ഇരുട്ടുമുറിയിൽ കഴിയുന്ന ഓരോ നിമിഷവും അവളെ ഭയം കാർന്നു തിന്നുകയായിരുന്നു. എന്തിനാ എൻ്റെ മഹാദേവ എന്നോടിങ്ങനെ ഒരു പരീക്ഷണം? അദ്ദേഹം പറഞ്ഞതൊട്ടും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്നറിയാതെ ആ രാത്രി അവിടെ നിന്നും ഇറങ്ങിയത്. എന്നാൽ ഇങ്ങനൊരു അപകടം ഞാൻ പ്രതീക്ഷിച്ചില്ല മഹാദേവ. എൻ്റെ മോളിപ്പോൾ എന്തെങ്കിലും കഴിച്ചു കാണുമോ? എന്നെ കാണാതെ എൻ്റെ മോള്. തൻ്റെ മകളെ ഓർത്തുകൊണ്ട് ആ അമ്മ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കാം. ആകെ ഭയപ്പെടുത്തുന്ന പോലെ. ആരൊക്കെയോ വഴക്കിടുകയാണെന്ന് തോന്നുന്നു. ഇനിയും പരീക്ഷിക്കല്ലേ മഹാദേവ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ എൻ്റെ ഭഗവാനെ.
അഗ്നി ഗ്രൂപ്പ് ഓഫ് ബിസിനസിൻ്റെ ഉടയോൻ എന്താണാവോ ഈ പാവപ്പെട്ടവൻ്റെ മുൻപിൽ എന്ന അഹങ്കാരത്തോടെ തന്നെ ചോദിച്ചുകൊണ്ട് സ്റ്റീഫൻ അഗ്നിയെയും കിഷോറിനെയും ഒന്ന് നോക്കി. ഓ, നിന്റെ അപ്പൻ രണ്ടാനമ്മയുടെ പ്രസവത്തിന് വന്നു എന്നറിഞ്ഞു, അതുകൊണ്ടൊന്ന് വന്നതാണ്. കൊച്ചിനെയും തള്ളയും സുഖമാണോ എന്നറിയണ്ടേ? അഗ്നി, ഇത് നിന്റെ സ്ഥലമല്ല, എൻ്റെ സാമ്രാജ്യമാണ്. ഇവിടെ വന്ന് എൻ്റെ അപ്പന് പറഞ്ഞാലുണ്ടല്ലോ, വന്നതുപോലെ നീ ഇവിടുന്ന് തിരിച്ചു പോവില്ല. എടാ സ്റ്റീഫ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും നിനക്കൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? പിന്നെ വരാൻ അറിയാമെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു പോകാനും ഈ അഗ്നിക്കറിയാം. ഒരുത്തിനെയും ഈ കാര്യത്തിൽ അഗ്നിക്ക് പേടിയുമില്ല. അഗ്നി, നീ ഒന്ന് നിർത്തിക്കേ. സ്റ്റീഫ, നീയും നമ്മളെ ഇങ്ങോട്ട് വന്നത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്? മര്യാദയ്ക്ക് കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. എടാ കിഷോറെ, ഇവൻ്റെ ചൊറിച്ചിലിന് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടിയിട്ടേ അടങ്ങൂ. കേട്ടില്ലേ? മിണ്ടാൻ നിൽക്കുമ്പോഴും അവൻ ചൊറിഞ്ഞ് നാക്ക്. എടാ സ്റ്റീഫ, ഇന്നലെ രാത്രി മുതൽ നിന്റെ കയ്യിൽ ഒരു പെൺകുട്ടി തടഞ്ഞു എന്നറിഞ്ഞു. അതിനെ ഞങ്ങൾക്കൊന്ന് കാണണം. എൻ്റെ കയ്യിൽ അങ്ങനെ പല പെണ്ണുങ്ങളും തടയും. അതൊക്കെ നിന്നെയൊക്കെ എന്തിനു ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിൻ്റെയൊക്കെ ഒരു കാര്യത്തിനും ഇടപെടാൻ ഈ സ്റ്റീഫൻ വരാറുമില്ല. എൻ്റെ കാര്യത്തിൽ നിങ്ങളും വരാൻ പാടില്ല. കിഷോറെ, നല്ല വാക്യമൊന്നും ഇവൻ്റെ അടുത്ത് മുതലാവില്ല. ഇവനെയൊക്കെ കൈകൊണ്ട് രണ്ടെണ്ണം കിട്ടിയാലേ കാര്യമറിഞ്ഞാൽ മനസ്സിലാകും. മര്യാദയ്ക്ക് നീ ആ പെണ്ണിനെ കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കേ. അതായിരിക്കും നിൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ ഈ അഗ്നിയെ. അല്ല കിഷോർ അളിയ, ഈ അടുത്തായിരുന്നില്ലേ അഗ്നിദേവിൻ്റെ കല്യാണം എന്നാരൊക്കെയോ പറയുന്ന കേട്ടു. എന്താ ആ പെണ്ണിനെ കൊണ്ട് ഇവനെ മതിയായില്ലേ? ഇനി പുതിയത് തേടി ഇറങ്ങിയതാണോ? ഒരു വഷളൻ രീതിയിലായിരുന്നു സ്റ്റീഫൻ്റെ സംസാരം. അങ്ങനെയാണെങ്കിൽ പുതിയ കേസുകെട്ട് വരുമ്പോൾ അറിയിക്കാം. ഇന്നലെ കിട്ടിയ പെണ്ണിനെ പറഞ്ഞുറപ്പിച്ചു തുക കിട്ടി കച്ചവടമാക്കിയതാണ്. ഇന്ന് വൈകുന്നേരം വിഴിഞ്ഞത്ത് നിന്ന് അത് കപ്പൽ കയറും. അത് പറഞ്ഞു തീരും മുൻപേ സ്റ്റീഫൻ നിലത്ത് മലർന്നടിച്ച പോലെ വീണ് കഴിഞ്ഞിരുന്നു. അവൻ്റെ ഹൃദയഭാഗത്ത് ചവിട്ടി നിൽക്കുന്ന രാവണനെ കണ്ടപ്പോൾ ഒരു നിമിഷം സ്റ്റീഫനും ഒന്ന് മയന്നു. എടാ മോനെ, അവളെ ഞാൻ ഒന്ന് കാണട്ടെ എന്നിട്ട് ബാക്കി നിനക്കുള്ളത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവനെ എണീപ്പിച്ചു. അഗ്നിയുടെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് സ്റ്റീഫനും അവന് നേരെ മൂവ് നടത്തി. അതിൽ നിന്നും അഗ്നി നിഷ്പ്രയാസം ഒഴിഞ്ഞു മാറിക്കൊണ്ട് സ്റ്റീഫന് നേരെ അടുത്ത പ്രഹരം നടത്തി കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു സ്റ്റീഫന് എന്താ അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാൻ. അവൻ്റെ ചെവിയിലൂടെ ഇപ്പോഴും കിളികൾ മൂളുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. തല ഒന്നുകൂടി കുടഞ്ഞിട്ട് സ്റ്റീഫൻ നോക്കുമ്പോൾ കാണുന്നത് തന്നെ ചവിട്ടാനായി കായ് ഉയർത്തുന്ന അഗ്നിയാണ്. ആ ചവിട്ടിൽ സ്റ്റീഫൻ അവിടെ നിന്നും അടക്കി വെച്ചിരുന്ന വീപ്പയും മറിച്ചിട്ട് കൊണ്ട് താഴേക്ക് വീണു. അപ്പോഴാണ് അഗ്നി കാണുന്നത് കസേരയിൽ കെട്ടിയിരിക്കുന്ന ജാനകി. അവളുടെ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ വാ പോലും ടേപ്പ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ജാനി. അഗ്നിയുടെ ശബ്ദം പുറത്തു വന്നു. ആ ശബ്ദം കേട്ടപ്പോൾ പേടികൊണ്ട് ഇറുക്കിയടിച്ച കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു നോക്കി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. പക്ഷേ നേരത്തെ പോലത്തുള്ള സപ്പോർട്ട് ഇപ്പോൾ കാണുന്നില്ല. എല്ലാവരും അങ്ങ് മാറി മാറി പോകുന്നത് പോലെ. അതെൻ്റെ കഥ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെങ്കിൽ അതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനത്തെ കഥയാണ് കൂടുതൽ കേൾക്കാൻ താല്പര്യമെങ്കിൽ അതും എന്നോട് പറയുക. അതെല്ലാം പരിഹരിച്ച് എത്രയും വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയുമായി ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും.